നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉപ്പളയിൽ സുരക്ഷാ ജീവനക്കാരൻ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതം. പയ്യന്നൂർ സ്വദേശിയും സുരക്ഷാ ജീവനക്കാരനുമായ സുരേഷാണ് കുത്തേറ്റ് മരിച്ചത്. പ്രസവത്തെ തുടർന്ന് യുവതിയും കുഞ്ഞും മരിച്ച കാഞ്ഞങ്ങാട് കോട്ടച്ചേരി പത്മ പോളിക്ലിനിക്കിലേക്ക് ബഹുജന മാർച്ച്. ഡോക്ടറുടെ ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ബേക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഭക്തലക്ഷങ്ങൾക്ക് ദർശന പുണ്യം പകർന്ന് പെരുങ്കളിയാട്ടത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയർന്നു. 19 വർഷങ്ങൾക്ക് ശേഷം പുതുക്കൈ മുച്ചിലോട്ടിന്റെ തിരുമുറ്റത്തേക്ക് ഭഗവതിയുടെ തെയ്യക്കോലം എഴുന്നള്ളി. കുപ്രസിദ്ധ ഗുണ്ടയും നിരവധി മയക്കുമരുന്നു കേസുകളിൽ പ്രതിയുമായ വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൊയ്തീൻ പോലീസിന്റെ പിടിയിൽ. നിരവധി കേസുകളിൽ പ്രതിയായ ഇയാളെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. കാലിക്കടവിൽ നിന്നും 10 ലക്ഷം രൂപയിലധികം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഹാകുംഭമേളയുടെ ചരിത്രത്തിൽ ഇടം നേടി ഗോത്രകലകൾ. അഖില ഭാരതീയ വനവാസി കല്യാണാശ്രമത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി എന്നീ ജില്ലകളിലുള്ളവരാണ് കുംഭമേളയിൽ ഗോത്രകലകൾ അവതരിപ്പിച്ചത്. ആരിക്കാടിക്കോട്ടയിൽ നിധിവേട്ട പ്രതിയായ മുജീബ് കമ്പാർ പഞ്ചായത്ത് അംഗത്വവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കണമെന്ന് SDPI മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി. വാർത്തകൾ വിശദമായി. ഉപ്പളയിൽ സുരക്ഷാ ജീവനക്കാരൻ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പയ്യന്നൂർ സ്വദേശിയും സുരക്ഷാ ജീവനക്കാരനുമായ സുരേഷ് എന്നയാളാണ് കുത്തേറ്റു മരിച്ചത്. ആംബുലൻസ് മോഷണമടക്കം നിരവധി കേസുകളിലെ പ്രതിയും മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുകയും ചെയ്യുന്ന സവാദാണ് സുരേഷിനെ കുത്തിയത്. ഉപ്പളയെ നടുക്കുന്ന സംഭവമായിരുന്നു ഇന്നലെ രാത്രിയുണ്ടായത്. പയ്യന്നൂർ സ്വദേശിയും സുരക്ഷാ ജീവനക്കാരനുമായ സുരേഷ് എന്നയാൾ കുത്തേറ്റ് മരിച്ച സംഭവമായിരുന്നു ഉപ്പളയെ ഞെട്ടിച്ചത്. ഉപ്പള ടൗണിൽ വെച്ച് രാത്രി 10 മണിയോടെയാണ് സുരേഷിന് കുത്തേറ്റത്. ആംബുലൻസ് മോഷണമടക്കം നിരവധി കേസുകളിലെ പ്രതിയും മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ താമസക്കാരനുമായ സവാദ് എന്നയാളാണ് സുരേഷിനെ കുത്തിയത്. കുത്തേറ്റ് സാരമായി പരിക്കേറ്റ സുരേഷിനെ പ്രദേശവാസികൾ ചേർന്ന് ഉപ്പളയിലെ ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. എന്നാൽ ആരോഗ്യനില ഗുരുതരമായതിനാൽ പോലീസ് എത്തി മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സുരേഷ് എന്ന് പറയുന്ന ഒരുത്തനാണ്, പയ്യന്നൂർ സ്വദേശിയാണ്. അവൻ ഉപ്പളയിൽ മേസ്തിരി ജോലി എടുക്കും. രാത്രി പിന്നെ വാച്ച്മാനായി ജോലി ചെയ്യും. പിന്നെ ഇവർ കൂട്ടുകാരാണ്, ഇപ്പോൾ നിരന്തരമായി അവിടെ ഇരിക്കുന്ന ആൾക്കാരാണ്. ഇവർ നമ്മളെയും കൂട്ടുകാരാണ്. സുരേഷ് എന്ന് പറയുന്ന ആൾ പ്രതിനെ അന്വേഷിച്ചുകൊണ്ട് പോലീസ് രാത്രി ഇന്നലെ ഭയങ്കര മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം കൂടി ഇവർ അന്വേഷിച്ചുകൊണ്ട് ഇവർ ദിവസം ഒന്നിച്ചിരിക്കുന്ന ആളാണ്, കൂട്ടുകാരാണ്. ഇവർ മദ്യത്തിൻ്റെ വാക്ക് തർക്കമായി പരിക്കേറ്റ് മരണപ്പെട്ടെന്ന് പറയുന്ന കേട്ട് ദൃക്സാക്ഷികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സവാദിനായി മഞ്ചേശ്വരം പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീട്ടിലും ഇയാൾ എത്തിപ്പെടുവാനുള്ള എല്ലാ സ്ഥലങ്ങളിലും പോലീസ് തിരച്ചിൽ നടത്തി. കൊല്ലപ്പെട്ട സുരേഷ് ഉപ്പളയിൽ നിർമ്മാണം നടക്കുന്ന ഫ്ളാറ്റിന്റെ കാവൽക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു. നിർമ്മാണ മേസ്ത്രി കൂടിയായിരുന്നു. സുരേഷും സവാദും ഒരുമിച്ച് മദ്യപിച്ചിരുന്നതായും ഇതിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് വിവരം. സുരേഷും സവാദും തമ്മിൽ ഇതിനു മുൻപും ഇത്തരത്തിൽ തർക്കം നടന്നിരുന്നതായുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രസവത്തെ തുടർന്ന് യുവതിയും കുഞ്ഞും മരിച്ച കാഞ്ഞങ്ങാട് കോട്ടച്ചേരി പത്മ പോളിക്ലിനിക്കിലേക്ക് ബഹുജന മാർച്ച്. ഡോക്ടറുടെ ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ബേക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. പ്രസവത്തെ തുടർന്ന് യുവതിയും കുഞ്ഞും മരിച്ച കാഞ്ഞങ്ങാട് കോട്ടച്ചേരി പത്മ പോളിക്ലിനിക്കിലേക്ക് മാർച്ച് നടത്തി. ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. കഴിഞ്ഞയാഴ്ച ഇവിടെ പ്രസവത്തെ തുടർന്ന് കുഞ്ഞും പരിയാരത്തേക്ക് മാറ്റിയ ചേറ്റുകുണ്ട് സ്വദേശിനിയായ യുവതിയും മരിച്ചിരുന്നു. ഡോക്ടറുടെ ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ബേക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. പിന്നാലെയാണ് പ്രതിഷേധവുമായി നാട്ടുകാരടക്കം ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. പ്രതിഷേധം ആശുപത്രിക്ക് മുന്നിൽ തുടരുകയാണ്.
വിവിധ സംഘടനാ രാഷ്ട്രീയ നേതാക്കൾ ധർണയിൽ സംസാരിച്ചു. ഇവിടുന്ന് ഡിസ്ചാർജ് മെമ്മറി പോലും അവർക്ക് തുടർന്ന് ചികിത്സ ലഭിക്കാൻ ആവശ്യമായ റഫറൻസ് കടലാസ് പോലും കൊടുക്കാതെ ഇവിടുന്ന് പരിയാരം ആസ്പത്രിയിലേക്ക്, കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. പാവപ്പെട്ട ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദീപയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം പരമാവധി അവർ നടത്തി. മുക്കാൽ മണിക്കൂർ, ഏതാണ്ട് ഒരു മണിക്കൂറിനകത്ത് തന്നെ പരിയാരം ആസ്പത്രിയിൽ അവർ എത്തിക്കാനും അവിടെ അഡ്മിറ്റ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നീട് അവിടെ നടന്നിട്ടുള്ള തുടർ ചികിത്സയുടെ ഭാഗമായിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. ആശുപത്രി ഗേറ്റിന് മുന്നിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭക്തലക്ഷങ്ങൾക്ക് ദർശന പുണ്യം പകർന്ന് പെരുങ്കളിയാട്ടത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയർന്നു. 19 വർഷങ്ങൾക്ക് ശേഷം പുതുക്കൈ മുച്ചിലോട്ടിന്റെ തിരുമുറ്റത്തേക്ക് ഭഗവതിയുടെ തെയ്യക്കോലം എഴുന്നള്ളി. ഐതിഹ്യപ്പെരുമയിൽ കൈലാസക്കല്ല് വലം വെച്ച് ഭുവനേശ്വരിയായ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയർന്നപ്പോൾ കുഴൽ വായനയുടെ മംഗളാരവവും വീക്കുചെണ്ടയുടെ പതിഞ്ഞ ശബ്ദവും ഭഗവതിയുടെ വരവറിയിച്ചു. ചെക്കി പൂമാലകളാൽ അലങ്കരിച്ച തിരുമുടിയും പ്രാക്കുഴത്തിന്റെ വർണ്ണശോഭയോടും കൂടിയാണ് ഭഗവതി ഭക്തർക്കിടയിൽ എത്തിയത്. അയ്യടിത്താളത്തിൽ 9 തവണ ക്ഷേത്രം വലം ചെയ്ത ശേഷം ഭഗവതിയുടെ കോലം പുരാവൃത്ത പെരുമയിൽ മണിക്കിണർ നോക്കി. തുടർന്ന് ഭക്തർക്ക് അനുഗ്രഹമൊഴിയും മഞ്ഞൾക്കുറിയും നൽകി. മുച്ചിലോട്ട് ഭഗവതിയുടെ 2 തെയ്യക്കോലങ്ങൾ ഒരേ സമയം അരങ്ങിലെത്തുന്നത് നീലേശ്വരം പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന്റെ സവിശേഷതയാണ്. നീണ്ട 19 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ശിവനന്ദിനിയായ ഭഗവതിയുടെ തിരുമുടി നിവരൽ പതിനായിരങ്ങൾക്ക് ദർശന പുണ്യമായി. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. കുപ്രസിദ്ധ ഗുണ്ടയും നിരവധി മയക്കുമരുന്നു കേസുകളിൽ പ്രതിയുമായ വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൊയ്തീൻ പോലീസിന്റെ പിടിയിൽ. നിരവധി കേസുകളിൽ പ്രതിയായ ഇയാളെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമായ ഉളിയത്തടുക്ക SP നഗർ സ്വദേശി ചറുമുറു മൊയ്തു എന്നറിയപ്പെടുന്ന മൊയ്തീൻ MH പിടിയിലായി. കാപ്പ ചുമത്തപ്പെട്ട പ്രതി പിടിതരാതെ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 10ഓളം കേസുകളിൽ പ്രതിയാണ് പിടിയിലായ മൊയ്തീൻ. 2019 കഞ്ചാവ് കൈവശം വെച്ച കേസ്, 2021 ഒരാളെ തട്ടിക്കൊണ്ടുപോയി അടിച്ചു പരിക്കേൽപ്പിച്ച കേസ്, 2022 കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്, 2023 കഞ്ചാവ് ഉപയോഗിച്ചതിനും 2024 അടിപിടി, കഞ്ചാവ് ഉപയോഗം, സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമിക്കുകയും പണം തട്ടിയെടുത്തതിനും കേസ് എന്നിങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയായ മൊയ്തീനെ കാപ്പ ചുമത്തുകയും പിടിതരാതെ പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞു വരികയുമായിരുന്നു. ജില്ലാ പോലീസ് മേധാവി D. ശിൽപ IPSന്റെ നിർദ്ദേശപ്രകാരം വിദ്യാനഗർ പോലീസ് ഇൻസ്പെക്ടർ UP വിപിനും സംഘവുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. SI അജീഷ്, ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡ് അംഗങ്ങളായ നിജിൻ കുമാർ, രജീഷ് കാട്ടാമ്പള്ളി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാലിക്കടവിൽ നിന്നും 10 ലക്ഷം രൂപയിലധികം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മധൂർ നാഷണൽ നഗർ സ്വദേശി ഷമീർ AV, ഇയാളുടെ പിതാവ് യൂസഫ് എന്നിവരാണ് അറസ്റ്റിലായത്.
കാലിക്കടവ് ദേശീയപാതയിൽ നൈറ്റ് പട്രോളിംഗും വാഹന പരിശോധനയ്ക്കിടയിൽ 10 ലക്ഷം രൂപയിലധികം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംശയം തോന്നി പിക്കപ്പ് വാൻ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. വാനിലുണ്ടായിരുന്ന മദൂർ നാഷണൽ നഗർ സ്വദേശി ഷമീർ എവി, ഇയാളുടെ പിതാവ് യൂസഫ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദേര SI M സുരേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. സിവിൽ പോലീസ് ഓഫീസർ ഹരീഷ്, ഹോംഗാർഡ് രാജൻ എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം ലഹരി മാഫിയയ്ക്കെതിരെ കർശന നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആരിക്കാടി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയായ മുജീബ് കമ്പാർ പഞ്ചായത്ത് അംഗത്വവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കണമെന്ന് SDPI മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി. മുജീബ് കമ്പാറിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ മുജീബ് കമ്പാർ കുമ്പള ആരിക്കാടി കോട്ടയ്ക്കകത്ത് അതിക്രമിച്ച് കടന്ന് നിധി കുഴിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും പിറ്റേ ദിവസം കോട്ടയിലുണ്ടായ തീപിടുത്തവും ദുരൂഹത ഉയർത്തുന്ന സംഭവങ്ങളാണെന്നും ഇതിന്മേൽ ഉന്നത അന്വേഷണം വേണമെന്നും SDPI മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. മുജീബ് കമ്പാറിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും പഞ്ചായത്ത് അംഗത്വവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കണമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. ഈ അടുത്ത കാലത്തെ മുജീബ് റഹ്മാൻ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക വളർച്ചയിലും പാർട്ടിക്ക് സംശയം ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനായി കടന്നു വന്ന മുജീബ് കമ്പാർ സാധാരണ കുടുംബത്തിൽ കൂടെ ജനിച്ച് കടന്നു വന്നതുകൊണ്ട് അയാളുടെ സാമ്പത്തിക വളർച്ചയും അയാളുടെ ആസ്തിയും അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം. ആരിക്കാടി കോട്ടയിലേക്ക് വന്നത് നിധി കുഴിച്ചെടുക്കാനെന്ന് പരസ്യമായി മുജീബ് കമ്പാർ തുറന്നു പറഞ്ഞത് വാർത്താ ചാനലുകളിലൂടെ റിപ്പോർട്ട് ചെയ്തതാണ്. പൊതുമുതൽ അപഹരിക്കാൻ ശ്രമിച്ചിട്ടും വെറും പെറ്റിക്കേസ് മാത്രമാണ് നിലവിൽ കുമ്പള പോലീസ് ചുമത്തിയിട്ടുള്ളത്. 2016 തൊട്ട് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഈ കോട്ടയ്ക്കകത്ത് അതിക്രമിച്ച് കടന്ന് കളവ് നടത്താൻ ശ്രമിച്ചത് നിസാര വകുപ്പ് ചാർത്തി FIR എഴുതിയതിന് പിന്നിൽ വലിയ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നത്. SDPI മൊഗ്രാൽ പുത്തൂർ പ്രസിഡന്റ് ബഷീർ അബൂബക്കർ, സെക്രട്ടറി ഇബ്രാഹിം ഖലീൽ, ട്രഷറർ ഷമീർ ആസാദ്, പഞ്ചായത്ത് കമ്മിറ്റി അംഗം അൻവർ കല്ലങ്കി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. കാഞ്ഞങ്ങാട് ആവിക്കര മീനാപ്പീസ് റോഡ് പ്രദേശവാസികൾ സമരമുഖത്തേക്ക്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ.
കാഞ്ഞങ്ങാട് ആവിക്കര മുതൽ മീനാപ്പീസ് വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് നഗരസഭ ഭരണസമിതി കാണിക്കുന്ന അലംഭാവത്തിനെതിരെ ഫെബ്രുവരി 25-ന് റോഡ് തടിയൽ അടക്കമുള്ള വലിയ സമരം നടത്തുന്നതിന് വേണ്ടി സമരപ്രഖ്യാപനം നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭ 1, 2, 43 വാർഡ് കൌൺസിലർമാർ അടക്കം പങ്കെടുത്ത സമരപ്രഖ്യാപനത്തിൽ വൻ ജനക്കൂട്ടം തടിച്ചുകൂടി. വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സമരം മുനിസിപ്പൽ അധികാരികൾ നേരിടേണ്ടി വരുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. എക്സിക്യൂട്ടീവ് എഞ്ചിനൊക്കെ അയച്ചു കൊടുത്തപ്പം ഇതിന്റെ മണ്ണ് പരിശോധന വേണമെന്ന് പറഞ്ഞ് മണ്ണ് പരിശോധനയും കൂടി നടത്തി. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ കൂടി ഈ റോഡിന് വേണ്ടി പാസ്സാകുന്നത്. അങ്ങനെ 70 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഈ റോഡിന് പാസ്സായിട്ടുള്ളത്. ആ 70 ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റ് ആക്കാൻ കാലതാമസം ഉദ്യോഗസ്ഥന്മാർക്കിടയിലും അതുപോലെ തന്നെ ഭരണസമിതിക്കിടയിലുള്ള കാലതാമസമാണ് ഇത് ഇത്രയും പോയിക്കൊണ്ടിരിക്കുന്നത്, ഇത്രയും സമയം വൈകിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രദേശത്തെ ആളുകളൊക്കെ ചെറുപ്പക്കാരൊക്കെ ചെയർപേഴ്സണുമായി സംസാരിച്ചു, ചെയർപേഴ്സണെ കണ്ടു. അങ്ങനെ അവസാനം അവർ തീരുമാനിച്ചു 70 ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റ് ആക്കാൻ. കൌൺസിലർമാരായ കെ ജാഫർ, അസ്മ മംഗുൽ, അനീസ, ഹംസ എന്നിവരും കെ ബദറുദ്ദീൻ, പി മുഹമ്മദ് കുഞ്ഞി, MP ജാഫർ, CK റഹ്മത്തുള്ള, വിനോദ് ആവിക്കര, യൂനുസ് വടകരമുക്ക്, KB കുട്ടി ഹാജി, സലാം CB, KT അബ്ദുൾ റഹ്മാൻ, ഹനീഫ കുവൈറ്റ്, സലാം P, മൊയ്തീൻ കുഞ്ഞി, ഇല്യാസ് വടകരമുക്ക് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റിപ്പബ്ലിക് ദിനാഘോഷ ഗാർഡ് ഓഫ് ഓണറിലെ മികച്ച പ്രകടനത്തിന് കാഞ്ഞങ്ങാട്ടെ ആജ് രാജിനെ കലാവേദിയുടെ ആദരം. ഉപഹാര സമർപ്പണം നടത്തി. 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ ഗാർഡ് ഓഫ് ഓണർ നേവൽ പ്ലാറ്റൂണിലെ നേവി വിംഗിലെ വയേദർശക് ക്യാഡറ്റ് ക്യാപ്റ്റൻ ആജ് രാജ്, കർണാടക ഗോവ ഡയറക്ടറേറ്റിലെ ഒരു വിശിഷ്ട കേഡറ്റ് എന്ന നിലയിൽ സമാനതകളില്ലാത്ത സമർപ്പണവും ആത്മാർത്ഥതയും പ്രകടിപ്പിച്ചതായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തി. ആജ് രാജിന് കലാവേദി കാഞ്ഞങ്ങാട് സൌത്തിന്റെ സ്നേഹോപഹാരം മുൻ സൈനികരായ രാമചന്ദ്രൻ കെയും PK ജെയിനും ചേർന്ന് നൽകി. ചടങ്ങിൽ രക്ഷാധികാരികളായ രാജമണി K, മീര, പ്രസിഡന്റ് അനിത, സെക്രട്ടറി സ്മിത, മറ്റംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. SBI കാഞ്ഞങ്ങാട് ബ്രാഞ്ചിലെ ജീവനക്കാരനും റിട്ടയർഡ് സൈനികരുമായ കാഞ്ഞങ്ങാട് സൌത്തിലെ K രാജുവിന്റെയും VV സന്ധ്യയുടെയും മകനാണ് ആജ് രാജ്. സഹോദരൻ അഭിരാജ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് സർവീസ് സഹകരണ കോൺഫറൻസ് ഹാളിൽ നടന്നു. RBO 6 കാഞ്ഞങ്ങാട് റീജിയണൽ മാനേജർ B ബിജേഷ് ഉദ്ഘാടനം ചെയ്തു. എയിംസ് കാസർഗോഡ് ജില്ലയ്ക്ക് അനുവദിക്കണമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനം RBO 6 കാഞ്ഞങ്ങാട് റീജിയണൽ മാനേജർ B ബിജേഷ് ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടാണ് ഈ വെന്യൂ സെലക്ട് ചെയ്തത്? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതിലുള്ള അറ്റൻഡൻസ് എത്ര കൂടുതലാണോ അത്രത്തോളം നിങ്ങളെയൊക്കെ ഹെൽത്ത് ഓക്കെയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയുള്ള വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ആ സ്റ്റെപ്പ് കയറി പോകണല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വരുന്ന അവർക്ക് എന്തായാലും യുവർ ഹെൽത്ത് ഇസ് മച്ച് ബെറ്റർ ദാൻ മെനി ഓഫ് ദം. അസോസിയേഷൻ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി A രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി. അതിന്റെ കാര്യങ്ങൾ സ്വീകരിച്ച് റിട്ടേണിംഗ് ഓഫീസറെ നിയമിച്ച് അത്തരത്തിൽ വളരെ കൃത്യമായി 1 മാസത്തെ സമയമെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ച് നമ്മളിവിടെ നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗമാണ്. വി ആർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നേരത്തെ വിജീഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബം എന്ന രീതിയിലാണ്. എങ്ങനെയാണ് ആ കുടുംബം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ 1950കളിൽ ഇന്ത്യ എങ്ങനെയാണ് മുന്നേറേണ്ടത് എന്ന് ആലോചിക്കുന്ന, ആസൂത്രണം ചെയ്യുന്ന, തീരുമാനിക്കുന്ന ഘട്ടത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി T സേതുമാധവൻ നായർ, SBI ഓഫീസേഴ്സ് അസോസിയേഷൻ റീജിയണൽ സെക്രട്ടറി TG ശ്രീജിത്ത്, SBI സ്റ്റാഫ് യൂണിയൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി VP ശ്രീജിത്ത്, K പത്മനാഭ ഭട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് PV രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M വിജയൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ KV കൃഷ്ണൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. പുതുതായി അംഗത്വം സ്വീകരിച്ച പുണ്ടലിക് അഹമ്മദ്, K മഹേഷ്, സരോജിനി കുട്ടി എന്നിവരെ സ്വീകരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ പത്താനത്ത് സ്വാഗതവും M കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് PV രവീന്ദ്രൻ നായർ, വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ പത്താനത്ത്, സെക്രട്ടറി V മനോജ്, ജോയിന്റ് സെക്രട്ടറി M കൃഷ്ണൻ, ട്രഷറർ H ശങ്കർ പൈ, അസിസ്റ്റന്റ് ട്രഷറർ KV കൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു. മെയ് 23, 24 തീയതികളിലായി കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന വാർഷിക സമ്മേളനത്തിലേക്കുള്ള പ്രതിനിധികളെയും യോഗം തെരഞ്ഞെടുത്തു.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ മേലെടുക്കം ലൂർദ് മാതാ ദേവാലയത്തിൽ തിരുനാൾ മഹോത്സവത്തിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ പീറ്റർ പാറേക്കാട്ടിൽ തിരുനാൾ കൊടിയേറ്റം നടത്തി. മാവുങ്കാൽ മേലെടുക്കം ലൂർദുമാതാ ദേവാലയത്തിൽ പരിശുദ്ധ ലൂർദുമാതാവിന്റെ തിരുനാൾ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ കൊടിയേറി. ഇടവക വികാരി ഫാദർ പീറ്റർ പാറേക്കാട്ടിൽ തിരുനാൾ കൊടിയേറ്റം നടത്തി. തുടർന്ന് മാതാവിന്റെ അത്ഭുത തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പ്രതിഷ്ഠിച്ചു. ഫെബ്രുവരി 17 വരെയാണ് തിരുനാൾ മഹോത്സവം നടക്കുക. ആദ്യ ദിനത്തിൽ ദിവ്യബലിക്ക് കാഞ്ഞങ്ങാട് ഫൊറോന വികാരി ഫാദർ ആൻസിൽ പീറ്റർ മുഖ്യ കാർമ്മികനായി. കാഞ്ഞങ്ങാട് ടൗൺ പള്ളി വികാരി ഫാദർ ജോൺസൺ നെടുംപറമ്പിൽ വചന സന്ദേശം നൽകി. മാതാവിന്റെ നൊവേനയും അർപ്പിക്കപ്പെട്ടു. വരും ദിവസങ്ങളിൽ തിരുകർമ്മങ്ങൾക്ക് കണ്ണൂർ രൂപതയിലെ നിരവധി വൈദികർ മുഖ്യ കാർമ്മികരാകും. തിരുനാളിന്റെ പ്രധാന ദിവസങ്ങൾ 15ഉം 16ഉമായിരിക്കും. 15-ന് വൈകിട്ട് ആഘോഷമായ തിരുനാൾ കുർബാനയും നഗരപ്രദക്ഷിണവും സ്നേഹവിരുന്നും നടക്കും. തിരുനാൾ ദിനമായ 16-ന് രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ ദിവ്യബലിയും സ്നേഹവിരുന്നും നടക്കും. വൈകിട്ട് മതബോധനത്തിന്റെയും ഭക്തസംഘടനകളുടെയും വാർഷികവും കലാസന്ധ്യയും അരങ്ങേറും. സമാപന ദിവസമായ 17-ന് വൈകിട്ട് ജപമാലയും ദിവ്യബലിയും നൊവേനയും പരേതർക്കുള്ള പ്രത്യേക പ്രാർത്ഥനകളും കൊടിയിറക്കവും നടക്കും. തുടർന്ന് മാതാവിന്റെ തിരുസ്വരൂപം ദേവാലയത്തിലെ രഹസ്യാറയിൽ പ്രതിഷ്ഠിക്കുന്നതോടെ 7 ദിവസം നീണ്ടുനിൽക്കുന്ന ലൂർദ് പള്ളി തിരുനാളിന് സമാപനമാകും. ഒരിടവേള കൂടി. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ and most modern operation theatre. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. തൃക്കരിപ്പൂർ കുലേരി ഗവൺമെന്റ് LP സ്കൂളിനായി 1 കോടി രൂപ ചെലവിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടോദ്ഘാടനം ഫെബ്രുവരി 15-ന് നടക്കും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12-ന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി കെട്ടിടോദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അക്ഷര വെളിച്ചം പകർന്ന 120 വർഷം പിന്നിട്ട തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിനായി 1 കോടി രൂപ ചിലവിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 15-ന് നടക്കും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി ഇരുനില കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വളരെ പഴക്കം ചെന്ന 100 വർഷത്തിൽ അധികം പഴക്കം ചെന്ന ഒരു സ്കൂളാണ് കൂലേരി സ്കൂൾ. ആ കൂലേരി സ്കൂളിൽ ഒരു ഘട്ടത്തിൽ പോകുമോ എന്നുള്ള സംശയം പോലും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷമായി പടിപടിയായി അത് ഉയർന്ന നിലവാരത്തിലേക്ക് പോവുകയാണ്. ആ ഘട്ടത്തിലാണ് 2021-22 വർഷത്തിൽ ആനുവൽ പ്ലാൻ ഉൾപ്പെടുത്തി 1 കോടി രൂപ സർക്കാരിന് അനുവദിച്ചത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഈ വരുന്ന
15-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കുന്നു. തൃക്കരിപ്പൂർ ടൗണിലെ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഭൗതിക സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി നിർമ്മിച്ച കെട്ടിടത്തിൽ 5 ക്ലാസ് മുറികളാണ് പ്രവർത്തിക്കുക. 1904 മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് മാപ്പിള സ്കൂൾ എന്ന പേരിൽ തുടങ്ങിയ വിദ്യാലയത്തിൽ ഈ അധ്യയന വർഷം 119 പ്രൈമറി വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. 20-ൽ പരം പ്രീ പ്രൈമറി വിദ്യാർത്ഥികളും സ്കൂളിലെത്തുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 1 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഇരുനില കെട്ടിടം ഫെബ്രുവരി 15 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായിരിക്കും. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിക്കും. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ VK ബാവ, വർക്കിംഗ് ചെയർമാൻ ഷംസുദ്ദീൻ IT, പ്രോഗ്രാം കൺവീനർമാരായ E ശശിധരൻ, P രാജശ്രീ, PTA പ്രസിഡന്റ് T രാജൻ, മദർ PTA പ്രസിഡന്റ് K നിഷ, MT അൻഫാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മധുരക്കാട് ഇടയിൽ വീട് താണത്തുവളപ്പ് തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി ഭക്തരെ മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹിച്ചു. മടിയൻ ക്ഷേത്രപാലകൻ ഈശ്വരന്റെ അമരഭൂമിയിൽ അഡോട്ട് മൂത്തേടത്ത് കുതിരെ പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം 4 അവകാശികളിൽ പുള്ളിക്കരിങ്കാളി അമ്മയുടെ നർത്തക സ്ഥാനവും വിളക്കും തളിക അവകാശവും നടത്തിവരുന്ന തറവാടാണ് പെരളം മധുരക്കാട് ഇടയിൽ വീട് താണത്ത് വളപ്പ് തറവാട്. അഷ്ടമംഗല പ്രശ്നചിന്ത പ്രകാരം തറവാട്ടിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് നടന്നതിന് ശേഷം തറവാട്ടിൽ ആദ്യ കളിയാട്ടത്തിൽ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. അന്ത്യണങ്ങം ഭൂതം, കാർമൂൺ തെയ്യം, പൊട്ടൻ തെയ്യം, രക്തചാമുണ്ടി അമ്മ, വിഷ്ണുമൂർത്തി, മുളവന്നൂർ ഭഗവതി, കുളികൻ എന്നീ തെയ്യങ്ങൾ കെട്ടിയാടി. കളിയാട്ട മഹോത്സവത്തിൽ പങ്കാളികളാകാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ തറവാട്ടിൽ എത്തിച്ചേർന്നു. വിളക്കിലരി ചടങ്ങോടെ ഉത്സവത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണീശ്വരം നാരന്തട്ട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് തെയ്യം കൂടൽ ചടങ്ങ് നടന്നു. ആദരിക്കൽ ചടങ്ങും വിവിധ കലാപരിപാടികളും നടന്നു. നാരന്തട്ട് തറവാട് പുതുക്കി പണിത് പുനഃപ്രതിഷ്ഠാ കലശ മഹോത്സവത്തിന് ശേഷമുള്ള ആദ്യ കളിയാട്ടത്തിന്റെ ഭാഗമായി തറവാട്ടിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും തറവാട് കുടുംബാംഗങ്ങൾക്കുള്ള ഭണ്ഡാര വിതരണ ഉദ്ഘാടനവും നടന്നു. മുതിർന്ന അംഗങ്ങളെ തറവാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തറവാട്ട് കാരണവർ N രാഘവൻ നമ്പ്യാരും തറവാട് പ്രസിഡന്റ് N കേളു നമ്പ്യാരും ആദരിക്കുകയും ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിക്കുന്ന ചടങ്ങും നടന്നു. ഇതോടൊപ്പം തറവാട് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തറവാട് ഭാരവാഹികളെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. തുടർന്ന് നാരന്തട്ട ചാമുണ്ടി അമ്മയുടെ തിടങ്ങലും പൊട്ടൻ തെയ്യം കൂടലും നടന്നു. ഉത്സവ ആഘോഷ പരിപാടികളുടെ ഭാഗമായി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിരയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. പുലർച്ചെ പൊട്ടൻ തെയ്യത്തിന്റെ പുറപ്പാടും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മധൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 14ാമത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. ഉളിയത്തടുക്ക അടൽജി ഹാളിലായിരുന്നു പരിപാടി.
14ാമത് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി മധൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ഉളിയത്തടുക്ക അടൽജി ഹാളിൽ നടന്ന സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. മധൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മിജ വിനോദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈമ CA മുഖ്യാതിഥിയായി പങ്കെടുത്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണ സൂർലു കരട് രേഖ അവതരിപ്പിച്ചു. സമഗ്ര മേഖലകളെയും സമ്പൂർണ്ണ വികസനത്തോടൊപ്പം ദാരിദ്ര്യ നിർമൂലനം, പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് മുൻഗണന നൽകുക എന്നതാണ് നമ്മുടെ നയം. വനിത, ശിശു, വൃദ്ധ, വിഭിന്ന ശേഷിയുള്ളവർ, പട്ടികജാതി, പട്ടികവർഗ, ഭിന്നലിംഗക്കാർ എന്നിവരുടെ പ്രത്യേക ക്ഷേമ പ്രവർത്തികൾക്കുള്ള പ്രവർത്തന പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യശോദ S. നായിക്, ഉമേഷ് കെട്ടി, സുകുമാരൻ കുതിരേപ്പാടി, ജമീല ഹമീദ്, ശ്രീമതി നസീറ, ഉദയകുമാർ C തുടങ്ങിയവർ സംസാരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി അജയൻ സ്വാഗതവും പ്ലാൻ ക്ലർക്ക് നിമിഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉപ്പളയിൽ സുരക്ഷാ ജീവനക്കാരൻ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതം. പയ്യന്നൂർ സ്വദേശിയും സുരക്ഷാ ജീവനക്കാരനുമായ സുരേഷാണ് കുത്തേറ്റ് മരിച്ചത്. പ്രസവത്തെ തുടർന്ന് യുവതിയും കുഞ്ഞും മരിച്ച കാഞ്ഞങ്ങാട് കോട്ടച്ചേരി പത്മ പോളിക്ലിനിക്കിലേക്ക് ബഹുജന മാർച്ച്. ഡോക്ടറുടെ ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ബേക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഭക്തലക്ഷങ്ങൾക്ക് ദർശന പുണ്യം പകർന്ന് പെരുങ്കളിയാട്ടത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയർന്നു. 19 വർഷങ്ങൾക്ക് ശേഷം പുതുക്കൈ മുച്ചിലോട്ടിന്റെ തിരുമുറ്റത്തേക്ക് ഭഗവതിയുടെ തെയ്യക്കോലം എഴുന്നള്ളി. കുപ്രസിദ്ധ ഗുണ്ടയും നിരവധി മയക്കുമരുന്നു കേസുകളിൽ പ്രതിയുമായ വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൊയ്തീൻ പോലീസിന്റെ പിടിയിൽ. നിരവധി കേസുകളിൽ പ്രതിയായ ഇയാളെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. കാലിക്കടവിൽ നിന്നും 10 ലക്ഷം രൂപയിലധികം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഹാകുംഭമേളയുടെ ചരിത്രത്തിൽ ഇടം നേടി ഗോത്രകലകൾ. അഖില ഭാരതീയ വനവാസി കല്യാണാശ്രമത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി എന്നീ ജില്ലകളിലുള്ളവരാണ് കുംഭമേളയിൽ ഗോത്രകലകൾ അവതരിപ്പിച്ചത്. ആരിക്കാടിക്കോട്ടയിൽ നിധിവേട്ട പ്രതിയായ മുജീബ് കമ്പാർ പഞ്ചായത്ത് അംഗത്വവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കണമെന്ന് SDPI മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.